ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വാട്ട് എബൌട്ട് ആൻഡ് ഹൗ എബൌട്ട്. ഈ രണ്ട് വേർഡ്സും ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് എബൌട്ട് ആൻഡ് ഹൗ എബൌട്ട് ഇത് രണ്ടും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല, സെൻറ്റൻസിൻ്റെ എൻഡിലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗിനിങ്ങിൽ തന്നെ ഉപയോഗിക്കണം. ഇനി എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. ഞാനൊരു കുഞ്ഞ് സിറ്റുവേഷൻ പറയാം. ദേവ് ആൻഡ് ദാസ് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ദേവ് വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു. ദേവ് ഒരു ദിവസം ദാസിനോട് പറയുകയാണ്, നെക്സ്റ്റ് സാറ്റർഡേ എനിക്ക് ഓഫ് ഡേ ആണ്. ഹൗ എബൌട്ട് സ്പെൻഡിങ് ദ ഡേ ഇൻ ദ സിറ്റി. സിറ്റിയിൽ നമുക്ക് സാറ്റർഡേ ഹോളിഡേ കിട്ടുമ്പോൾ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താലോ, നമുക്ക് ചിലവഴിച്ചാലോ, ടൗണിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ചാലോ എന്ന് പറയില്ലേ, അത് തന്നെ. ഹൗ എബൌട്ട് സ്പെൻഡിങ് ദ ടൈം ഇൻ ദ സിറ്റി. അപ്പോൾ ദേവ് പറയുന്നു, അയ്യോ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ല എന്ന്. ദേവ് പറയുന്നു, ഹൗ എബൌട്ട് ക്ലീനിങ് ദ ഹൗസ്. നമുക്ക് ഹൗസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന്. അപ്പോൾ ദാസ് പറയുന്നു, ഓ എനിക്ക് എന്തെങ്കിലും സംതിങ് ഫൺ ആണ് വേണ്ടത്, എനിക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് വേണ്ടത്, അല്ലാതെ ക്ലീൻ ചെയ്യുകയൊന്നുമല്ല എന്ന്. അപ്പോൾ ദേവ് വേറൊരു കാര്യം പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം. ഹൗ എബൌട്ട് ഡൂയിങ് സം ഷോപ്പിംഗ് ആൻഡ് ദെൻ സീയിങ് എ മൂവി. ഹൗ എബൌട്ട് ഡൂയിങ് സം ഷോപ്പിംഗ് ആൻഡ് ദെൻ സീയിങ് എ മൂവി എന്ന് ദേവദാസിനോട് പറയുന്നു. അത് ദാസിന് ഇഷ്ടപ്പെട്ടു. ഓ ദാറ്റ്സ് ഗുഡ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു സംഭാഷണത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ദേവ് ദാസിനോട് പറയുന്ന ചില നിർദ്ദേശങ്ങളാണ്. ഹൗ എബൌട്ട് സ്പെൻഡിങ് ദ ടൈം ഇൻ ദ സിറ്റി, അത് ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ വേറൊരു നിർദ്ദേശം, അത് സ്വീകാര്യമല്ല എന്ന് തോന്നിയപ്പോൾ വേറൊരു നിർദ്ദേശം വയ്ക്കുന്നു. ഹൗ എബൌട്ട് ക്ലീനിങ് ദ ഹൗസ്. ഹൗ എബൌട്ട് ക്ലീനിങ് ദ ഹൗസ്. പിന്നീട് പറയുന്നത് എന്താ? ഹൗ എബൌട്ട് ഡൂയിങ് സം ഷോപ്പിംഗ് ആൻഡ് ദെൻ സീയിങ് എ മൂവി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്. ദേവ് ദാസിന് മുന്നിൽ വയ്ക്കുന്ന ചില റെക്കമെൻഡേഷൻസ്, ഇത് ചെയ്താലോ അത് ചെയ്താലോ എന്നൊക്കെ. അപ്പോൾ നിർദ്ദേശങ്ങൾ, ഒരാൾക്ക് നമ്മൾ നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എക്സ്പ്രഷനാണ് ഹൗ എബൌട്ട്. അവിടെ ഹൗ എബൌട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ എബൌട്ട് സ്പെൻഡിങ് ദ ടൈം ഇൻ ദ സിറ്റി. ഹൗ എബൌട്ട് സ്പെൻഡിങ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഹൗ എബൌട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജെറണ്ട് ആണ്, വേർബ് പ്ലസ് ING. സ്പെൻഡിങ്, സ്പെൻഡ് പ്ലസ് ING. അതുപോലെ ഹൗ എബൌട്ട് ക്ലീനിങ് ദ ഹൗസ്. ഹൗ എബൌട്ട് ക്ലീനിങ്, ക്ലീൻ പ്ലസ് ING, അവിടെയും ING ഫോം യൂസ് ചെയ്തു. ഹൗ എബൌട്ട് ഡൂയിങ് സം ഷോപ്പിംഗ്. ഡൂയിങ് സം ഷോപ്പിംഗ്, അപ്പോഴും അവിടെയും ഡൂയിങ് ജെറണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹൗ എബൌട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹൗ എബൌട്ട് കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിക്കാം. അതെങ്ങനെയാ? ഫോർ എക്സാമ്പിൾ, ഹൗ എബൌട്ട് ഈറ്റിംഗ് എ ബിരിയാണി എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബിരിയാണി കഴിച്ചാലോ? ഹൗ എബൌട്ട് എ ബിരിയാണി. അങ്ങനെ ചോദിച്ചാലോ? ഹൗ എബൌട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി എന്ന നൗണാണ് യൂസ് ചെയ്തത്, അങ്ങനെയും ചോദിക്കാം. ഒരു ബിരിയാണി ആയാലോ? അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നൗൺ അല്ലെങ്കിൽ ING ഫോം ഉള്ള വേർബ് യൂസ് ചെയ്യാം, അത് ജെറണ്ടാണ്. ഹൗ എബൌട്ട് ഈറ്റിംഗ് എ ബിരിയാണി. ഹൗ എബൌട്ട് ബിരിയാണി. ഹൗ എബൌട്ട് എ മൂവി, അവിടെ നമ്മൾ നൗൺ ഉപയോഗിച്ചു. ഹൗ എബൌട്ട് സീയിങ് എ മൂവി, അവിടെ ജെറണ്ട് ഉപയോഗിച്ചു. ഇനി നമുക്ക് വാട്ട് എബൌട്ട് നോക്കാം. അതിന് ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയട്ടെ. ഇവിടെ രണ്ട് ഫ്രണ്ട്സാണ്, അലക്സ് ആൻഡ് ജോ ആണ് ഫ്രണ്ട്സ്. ഇവിടെ അലക്സ് ജോയോട് പറയുകയാണ്, നമുക്ക് നെക്സ്റ്റ് വീക്കെൻഡിൽ ടൗണിൽ പോയാലോ എന്ന്. അപ്പോൾ ജോ പറയുകയാണ്, വാട്ട് അബൌട്ട് മൈ ഗിറ്റാർ ലെസൺസ്. അപ്പോൾ വീക്കെൻഡിൽ ഗിറ്റാർ ലെസൺസിന് പോകുന്ന ആളാണ് ജോ. അപ്പോൾ ജോവിന് അത് സ്വീകാര്യമല്ല. ജോ പറയുന്നു, വാട്ട് അബൌട്ട് മൈ ഗിറ്റാർ ലെസൺസ്.
അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടീച്ചറോട് സംസാരിക്കൂ, ടീച്ചറോട് സംസാരിച്ചിട്ട് ആ ഡേ ഒന്ന് മാറ്റി തരാൻ പറയൂ എന്ന് അലക്സ് പറയുന്നു. അപ്പോൾ ജോ പറയുകയാണ്, വാട്ട് അബൌട്ട് മൈ ഇംഗ്ലീഷ് ടെസ്റ്റ് ഓൺ മൺഡേ? എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് വരുന്നു മൺഡേയിൽ. ഇപ്പോൾ ടീച്ചറിനോട് പറഞ്ഞ് അതൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലും എനിക്ക് മൺഡേ ടെസ്റ്റ് ഉണ്ട്. വാട്ട് അബൌട്ട് മൈ ഇംഗ്ലീഷ് ടെസ്റ്റ് ഓൺ മൺഡേ? അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അലക്സ് പറയുകയാണ്, അത് പ്രശ്നമില്ല, നമുക്ക് സൺഡേ നൈറ്റ് തിരിച്ച് വന്നിട്ട് നിനക്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോ പറഞ്ഞ 2 കാര്യങ്ങൾ. അതായത് അലക്സ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, പക്ഷേ ജോയിന് അത് സ്വീകാര്യമല്ല. ജോ ചില ഒബ്ജെക്ഷൻസ് പറയുന്നു, ചില തടസ്സങ്ങൾ പറയുന്നു, അവന് ചില പ്രശ്നങ്ങളുണ്ട് ആ ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നതിന്. ഒബ്ജെക്ഷൻ്റെ രൂപത്തിൽ ആണ് ജോ പറയുന്നത്. വാട്ട് എബൌട്ട് എന്നാണ് ജോ യൂസ് ചെയ്യുന്നത്. വാട്ട് എബൌട്ട് മൈ ഗിറ്റാർ ലെസൺസ്, വാട്ട് എബൌട്ട് മൈ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഒരാൾ നിർദ്ദേശം വയ്ക്കുന്നു, പക്ഷേ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കതിന് സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് വാട്ട് എബൌട്ട് എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് പറയാം. വാട്ട് എബൌട്ട് മൈ ഗിറ്റാർ ലെസൺസ് എന്ന് പറയുമ്പോൾ വാട്ട് എബൌട്ട് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ ആണ്. വാട്ട് എബൌട്ട് മൈ ഇംഗ്ലീഷ് ടെസ്റ്റ്, അവിടെയും നൗൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് എബൌട്ട് പ്ലസ് നൗൺ ഉപയോഗിക്കാം. ഇനി വാട്ട് എബൌട്ട് ആൻഡ് ഹൗ എബൌട്ട്, ഈ 2 എക്സ്പ്രഷൻസും നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ നമ്മളൊരാളോട് ചോദിക്കുന്നു ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. എന്തൊക്കെയുണ്ട് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഗുഡ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് പിന്നീട് ഹൗ ആർ യു തിരിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ മറ്റേ ആളോട് ചോദിച്ച ആളോട് നമുക്ക് ചോദിക്കണം എന്ന് കരുതുക. അപ്പോൾ നമുക്ക് വാട്ട് എബൌട്ട് യു എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ഹൗ എബൌട്ട് യു എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ ആർ യു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഹൗ ആർ യു, നിങ്ങൾ പറയുന്നു ഐ ആം ഗുഡ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം വാട്ട് എബൌട്ട് യു, ഐ ആം ഗുഡ്, വാട്ട് എബൌട്ട് യു, അതല്ലെങ്കിൽ ഐ ആം ഗുഡ്, ഹൗ എബൌട്ട് യു എന്ന്. ഇനി 2 പേര് സംസാരിക്കുമ്പോൾ വേർ ഡു യു വർക്ക്, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അയാൾ മറുപടി പറയുന്നു. പക്ഷേ മറുപടി പറയുന്നതിനൊപ്പം തന്നെ അയാൾക്ക് ഈ വേർ ഡു യു വർക്ക്, നിങ്ങളെവിടെയാണ് എന്ന് ചോദിക്കണം. മറുപടി പറയുന്നതിനൊപ്പം വാട്ട് എബൌട്ട് യു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ എബൌട്ട് യു എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തിരിച്ച് ചോദിക്കണമെങ്കിൽ വാട്ട് എബൌട്ട് യു അല്ലെങ്കിൽ ഹൗ എബൌട്ട് യു ഉപയോഗിക്കാം. ഇപ്പോൾ ഹൗ എബൌട്ട് യു ആൻഡ് വാട്ട് എബൌട്ട് യു, അതിൻ്റെ ഒരു കുഞ്ഞ് ഡിഫറൻസ് മനസ്സിലായില്ലേ?